എനിക്ക് പോണം. നീ അങ്ങനെ എവിടെ പോവാന്ന്? ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സമൂഹത്തിൽ എനിക്ക് ഇറങ്ങി നടക്കാനുള്ളതാണ്. നിങ്ങൾ ഇറങ്ങി നടക്കണം. നിങ്ങൾ ഇറങ്ങിയത് എന്താ പ്രയോജനം? എടി എനിക്ക് പ്രയോജനം ഉണ്ടോ? നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും, ഞങ്ങൾക്ക് പ്രയോജനം. വഴക്കായിട്ടാ അതല്ലേട്ടാ. നാത്തൂനെ കുടുംബശ്രീ വഴി മെഡിക്കൽ കോളേജിൽ തൂപ്പുജോലി ശരിയായെന്ന്. പക്ഷെ ക്ലീറ്റോ ചേട്ടൻ വിടുന്നില്ല. രാവിലെ തൊട്ട് തുടങ്ങിയ വഴക്ക എന്താന്നറിയത്തില്ല. നീ ഇവിടെ ഒളിച്ചിരിക്കുന്ന അകത്ത് പോയി കേട്ടൂടാ. തങ്കം, ഇടി തങ്കം, എന്തോടെ എന്താ കാര്യം പറഞ്ഞേ? എന്തല്ലേ? ഒന്നുമില്ല, ഞങ്ങൾക്ക് പുതിയ മോഹം, ജോലിക്ക് പോണം പോലും. നല്ലതല്ലേ, നീ പോകുന്നില്ലല്ലോ. ഓ ഭയങ്കര നല്ലത് തന്നെ ഈ ജോലിക്ക് അങ്ങോട്ട് പോയാ. എടാ ആ ADS എന്റെ പാവത്തും തോന്നിയാടാ എനിക്കൊരു ജോലി ശരിയാക്കി തന്നത്. എന്നിട്ട് അതിന് പോവാൻ ഈ മനുഷ്യൻ സമ്മതിക്കുന്നില്ല. അളിയാ, ജോലി എന്താണെന്നറിയാമോ? മെഡിക്കൽ കോളേജിൽ തൂപ്പ. പിന്നെ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ഓഫീസറായിട്ട് അവർക്ക് കിട്ടും. എടേ അത് ചെയ്ത അന്തസ്സുണ്ട്. ഞാൻ വേണമെങ്കിൽ അവക്കത് മേടിച്ചു കൊടുക്കും. എന്തോന്ന് ആ ജോലി? മെഡിക്കൽ ഓഫീസറാ. അത് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന സാധനമല്ല. എടേ അളിയാ, ഞങ്ങള് രാഷ്ട്രീയക്കാർ ഇവിടെ എന്തെല്ലാം മേടിക്കുന്നു. മെഡിക്കൽ കോളേജ് വരെ മേടിച്ചേക്കണേ, പിന്നെയാണ് അതിനകത്ത് ഒരു തൂക്കട മെഡിക്കൽ ഓഫീസർ. ഇതേ ഒരു കാര്യം അറിയാമോ? ഈ ADS എന്ന് പറയുന്നത് അമ്പിളിക്കുട്ടന്റെ അടുത്തയാള്. ഈ ജോലി വാങ്ങിച്ചു കൊടുക്കുന്നത് എന്നെ നാറ്റിക്കാൻ, എന്നെ പോലെ ഒരു പ്രമുഖനെ നാറ്റിക്കാൻ. എന്റെ പൊന്നു ക്ലീറ്റോ, പ്രമുഖൻ എന്നുള്ള പേരാണ് പ്രശ്നമെങ്കിൽ അതങ്ങ് മാറ്റിയാ പോരെ. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. അയ്യോ, പ്രയോജനം നിനക്കില്ലായിരിക്കും, നാട്ടുകാർക്ക് പ്രയോജനം ഉണ്ടടി. നീ നാട്ടുകാരുടെ ചോദിച്ചു നോക്ക് ക്ലീറ്റോ ആരാന്ന്. എന്റെ പൊന്നു മോള് ഈ ആഗ്രഹം മനസ്സിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് മാറ്റി മനസ്സിലെനിക്ക് നടക്കൂല ഇത്. ഞാൻ പോവും. നീ പോയാ അതുവഴി അങ്ങ് പൊക്കോളാം. പിന്നെ ഇങ്ങോട്ട് വന്നേക്കരുത്. ഒരു ജോലിക്കാരി വന്നേക്കണം. ഇവിടെ കുഞ്ഞു തൂക്കുമ്പോ അവക്ക് നടുവേദന. എടാ ഞാൻ എന്ത് ചെയ്യണം നീ പറ. എടാ ഈ ക്ലീറ്റോ പറഞ്ഞത് എന്തെങ്കിലും ന്യായമുണ്ടോ ചമന്തി? അല്ലെങ്കിൽ തന്നെ നാത്തൂന് എന്തിനാ ഇപ്പൊ ജോലിക്ക് പോണത്? തൊഴിലുറപ്പിന് പോണില്ലേ? അത് പോരെ? എന്നാലും എന്റെ ഏട്ടാ കഷ്ണമല്ലടി പ്രധാനമായിട്ട് വെക്കേണ്ടത്. സാമ്പാർ ഒഴിക്കുമ്പോ രസം പോലെ അല്ലേ കഴിക്കേണ്ടത്. മതി 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 മതി. ഈ അമ്പിളിക്കുട്ടൻ ചേട്ടൻ ഭയങ്കര സാധനം കേട്ടാ. ഞാനിവിടെ എത്ര നാളെ ഈ ടെസ്റ്റ് എഴുതി നിൽക്കാൻ തുടങ്ങിയിട്ട് എനിക്കിതുവരെ ഒരു ജോലി ശരിയാക്കാൻ അങ്ങേർക്ക് തോന്നിയില്ലല്ലോ. ഓ കാണുമ്പോ എന്തൊരു സ്നേഹമാ. ജമന്തി ജമന്തി എന്ന് വിളിച്ചു വരും. നിന്നെ വേറെ വല്ല പേര് വിളിക്കാൻ പറ്റുമോ? നീ എടുത്തതിന് വേറെ സ്പൂണില്ലേ? ഞാൻ എടുത്തണം. ഏട്ടാ എനിക്ക് പെട്ടെന്നൊരു ജോലി ശരിയാക്ക്. എനിക്ക് പെട്ടെന്നൊരു ജോലി ശരിയാക്കിത്താ. അതല്ല, നാത്തൂൻ ഇങ്ങനെ ബാഗും തൂക്കി ജോലിക്ക് പോണ കാണുമ്പോ പിന്നെ ഞാൻ ഇവിടെ വെറുതെ വായിട്ട് നോക്കിയിരിക്കണം. അവള് പോകുന്ന നേരം നീ കഥ അടച്ചിട്ട് അകത്തോട്ട്. ഞാൻ എന്ത് പറഞ്ഞാലും ഏട്ടൻ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. ഈ കൊച്ചിനെ നോക്കി ഏട്ടന് ചോറും കറിയും വെച്ച് തന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കണോ? ഞാൻ ഇത്രയും പഠിച്ച വേണ്ടല്ലേ? പരീക്ഷ പാസ്സാവണം. പാസ്സായ മാത്രം പോരാ, കുറച്ച് സ്വാധീനം കൂടെ വേണം. ഏട്ടൻ എന്റെ കാര്യത്തിലൊരു ഉത്തരവാദിത്വം ഇല്ല, അതന്നെ കാര്യം. ഞാൻ ജോലിക്ക് പോയി ഇരിക്കണോ? ഞാൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ. എനിക്ക് വല്ല കുറവുണ്ടോ? സമയസമയം ആരായിരിക്കുന്നുണ്ട്, പുതിയ ഉടുപ്പുകൾ മേടിക്കുന്നുണ്ട്, ഓരോന്നും പറയുമ്പോൾ ആരെങ്കിലും ചെയ്യുന്നില്ലേ? അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഇത്രയും പഠിച്ചിട്ട് ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഇരിക്കണ്ടേ? ഇപ്പൊ നാത്തും പോണുണ്ടല്ലോ, അതിനു മുമ്പ് എനിക്കും പോണം ഒരു ജോലിക്ക്. അതാണ് കാര്യം. ഞാൻ വിളമ്പിക്കോളാം. അപ്പൊ അതാണ് കാര്യം. നാത്തും പോണോണ്ട് എനിക്കും പോണം. അതല്ല വേറെ കാര്യമൊന്നുമല്ല. നിനക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടോ, ബോറടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യണമെന്നോ നല്ല പ്രശ്നം. തങ്കത്തിന് ജോലി കിട്ടി, അപ്പൊ എനിക്ക് ജോലി കിട്ടണം. വേണം. ഏട്ടാ, ഏട്ടനൊരു കാര്യം ചെയ്യുവാ. അമ്പിളിക്കുട്ടൻ ചേട്ടനോട് പറഞ്ഞിട്ടേ എനിക്കും കൂടെ ഒരു ജോലി ശരിയാക്ക്. മതി മതി. ഒരു കാര്യമുണ്ട്, അമ്പിളിക്കുട്ടനോട് പറഞ്ഞിട്ട് ഇപ്പൊ തങ്കത്തിനിട്ട് ജോലി ഉണ്ടല്ലോ, അത് നിനക്ക് പഠിച്ചില്ല. ആ ജോലി എനിക്ക് വേണ്ട, അത് തൂപ്പ് ജോലിയല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ കുളിച്ചൊരുങ്ങി റെഡി ആയിരിക്കണം. എൻ്റെ ഒരു വരേ ഷർട്ട് ഉണ്ടോ? വരേ ഷർട്ട് ഉണ്ടല്ലേ, കാവി കയ്യിലും കിടപ്പുണ്ട് ഇവിടെ. അത് രണ്ടെടുത്ത് കൊടുത്തിട്ട് റെഡിയായി നിൽക്കണം.
എന്തിനാ? തങ്കം രാവിലെ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്, കൂടാൻ പോയാൽ മതി. എന്തു ഏട്ടാ ഇത്? 10-12 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ മനസ്സറിഞ്ഞ് ഞാനൊരു സാധനം ആഗ്രഹിച്ചിട്ടില്ല. കൊതിയില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഗതിയില്ലാത്തതുകൊണ്ട്. എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ തന്നെ കഷ്ടപ്പെടണം എൻ്റെ കുഞ്ഞിന്, അല്ലെങ്കിൽ നീ കനിയണം. എന്നിട്ട് കാറ്റ് നോറ്റിരുന്നൊരു ജോലി കിട്ടിയപ്പോൾ അതിന് പോകണ്ടെന്ന് എന്ത് മര്യാദയുണ്ട് ഈ മനുഷ്യന് ഇത് പറയാനായിട്ട്? പോവണ്ട പോവണ്ട പോവണ്ട, ഞാൻ പോവും. ഒരു കൊച്ചു വളർന്നു വരും, ആ വിചാരം ഉണ്ടോ നിനക്ക്? നീ എന്തെങ്കിലും പറയണ്ടോ കനിക? അല്ലേ, അവള് പറഞ്ഞത് ശരിയാണ്. കൊച്ചു വളർന്നു വരെയാണ്, ആവശ്യങ്ങൾ കൂടിക്കൂടി വരും. ഒരു വരവാൻ എന്തെങ്കിലും ഇവിടെ ഉണ്ടായേ പറ്റുള്ളൂ. കൊച്ച് വളർന്നു വരികയാണ്. വളർന്നു വരികയാണ് ആണല്ലോ. അതെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെളിയാ, ഈ പെൺപിള്ളേർ വളർന്നു വരുന്ന ഈ സമയത്ത് തള്ളന്മാരുടെ നോട്ടം നല്ല പോലെ വേണ്ട പ്രായമാണ്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കും? എവിളന്മാർ ഒരു കാര്യത്തിലും ഉത്തരവാദിത്വവും ഇല്ല, കുഴയായിട്ട് ഒരുമാതിരി എന്താ പറയണത്, പഴക്കേക്ക് പോലെ ആയിപ്പോവും. അതല്ലേ? അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവള് പോണെന്ന് പറയണത് ശരിയാണോ? അല്ല, അതാളിയും പറഞ്ഞ കറക്റ്റാ. അതാണ്. നീ 2 വഞ്ചിയിൽ കാല് കുത്തുന്ന സ്വഭാവം നിർത്തിട്ടാ കനക. നീ എന്താ അമ്മാവനെ പിടിക്കാണോ? എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനാണ് എന്നെ വിളിച്ചത്. എൻ്റെ അളിയ ഇതെല്ലാം പോട്ട് ഇവള് തൊഴിലുറപ്പിന് പോയപ്പോൾ ഞാൻ എതിര് നിന്നോ? നിന്നില്ലല്ലോ. അത് പോയെന്താണ്, രാവിലെ പോയിട്ട് വൈകുന്നേരം എത്തും വീട്ടിൽ. പക്ഷെ അതുപോലെയല്ല ഈ ആശുപത്രി പണി. ഇത് നൈറ്റ് കാണും, ഷിഫ്റ്റ് കാണും, ഡേ കാണും, പിന്നെ ഓവർ ടൈം കാണും. അങ്ങനെ വരുമ്പോൾ ഈ പെൺകൊച്ചിൻ്റെ കാര്യം എന്താവും? ആരിതൊക്കെ നോക്കും ഇവളെ? അപ്പൊ അത് മനസ്സിലാക്കണം തള്ളമാര്. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് നോക്കാനായിട്ട്. പിന്നെ ഇവിടെ ആൾക്കാരെ നീ ശമ്പളം കൊടുത്ത് നിർത്തിക്കല്ലേ നോക്കാൻ? എന്തായാലും ഇത്ര ആയ സ്ഥിതിക്ക് നാത്തും ജോലിക്ക് പോകണ്ടെന്ന് തന്നെ എന്റെ അഭിപ്രായം. നിന്റെ അഭിപ്രായം ഇവിടെ ആരാ ചോദിച്ചത്? എന്റെ കുടുംബകാര്യത്തിൽ കയറി ഒരുപാട് ഇടപെടല്ലേ? ഓ പോവണ്ട. എനിക്കറിയാം നീ എന്താ പറഞ്ഞു വരണെന്നുള്ളത് കേട്ടോ. എന്താ? എന്താ എന്റെ കുടുംബത്തിലെ കഷ്ടപ്പാട് കൊണ്ടാ ഞാൻ ജോലിക്ക് പോണത്, അല്ലാതെ നിന്നെ പോലെ പത്രാസ് കാണിക്കാനല്ല. ഞാൻ പത്രാസ് കാണിക്കാനെ പറഞ്ഞെങ്കിൽ നാത്തും കൊണ്ടേ കേസ് കൊടുക്കും. കാര്യം ഇവിടെ വിളിച്ചോണ്ട് പോകണ്ടേ? ഈ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ അളിയ ഇവിടെ എന്ത് കഷ്ടപ്പാടാനുള്ളത്? സത്യത്തിലുള്ള ഒന്നിനും ഒരു കുറവില്ല. പിന്നെ ഇച്ചിരി പൈസക്ക് കുറവുണ്ട്. അത് ഇന്ന് വരും, അല്ലെങ്കിൽ നാളെ വരും, വരാനുണ്ട്. അളിയ ഞാൻ ഒരു കാര്യം പറഞ്ഞേ, ഈ അളിയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, അവള് പറഞ്ഞാലും ശരിയുണ്ട്. പക്ഷെ അളിയൻ പറഞ്ഞ പോലെ വേറൊരു പ്രശ്നമുണ്ട് ഇവിടെ. ഇവിടെ ആകെ പ്രശ്നം എന്തിനാണ്? പൈസക്കാണ്. പൈസക്ക് പൈസ തന്നെ വേണം അളിയ. പൈസയുടെ സ്ഥാനത്ത് വേറെ എന്തുകൊണ്ട് വെച്ചിട്ടും കാര്യമില്ല. മനസ്സിലായല്ലോ അളിയ? ഇതെന്താ വേറെ ഒന്നുമില്ല. നമ്മൾ ഈ പൈസ എന്ന് പറഞ്ഞാൽ അങ്ങനെ കടന്ന് ചിന്തിക്കല്ലേ. നമ്മുടെ കയ്യിൽ ഉള്ള പൈസക്ക് നമ്മൾ ജീവിക്കാൻ പഠിക്കണം. അതാണ് വേണ്ടത്. 1 രൂപയുള്ളെങ്കിൽ 1 രൂപയ്ക്ക് നമ്മൾ ജീവിക്കണം. ഇതിൽ കൂടുതൽ എങ്ങനെ ചുരുങ്ങി ജീവിക്കുമല്ലേ? എന്തളിയാ, നമുക്ക് താഴെയുള്ളവരെ നമ്മൾ നോക്കണം. അങ്ങനെ ജീവിക്കണം. ആരോഗ്യം ഉണ്ടല്ലോ അളിയാ. ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് കഷ്ടപ്പെടാൻ പറ്റും. നമുക്ക് അസുഖമില്ലല്ലോ. അസുഖമില്ല. ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളത് വെച്ച് സൂക്ഷിച്ച് ജീവിക്കണം. ഉള്ളത് എവിടെന്ന് ഇപ്പൊ ആകെ ഇവിടെ പൈസ ഉള്ളത് എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞ ആളിനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ആളിനെ രാഷ്ട്രീയത്തിന് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും 1 രൂപ ആളിനെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? വാങ്ങിക്കൂലേ പാവങ്ങൾ, നമ്മൾ പൊതുജനങ്ങൾ വാങ്ങാൻ. പക്ഷെ ഇവിടെ ഉള്ള 2 പേര് എങ്ങനെ ജീവിക്കും? അല്ല, അത് നമുക്ക് അതെങ്ങനെ ജീവിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ 3 പേര് ഇവിടെ ഇപ്പൊ എങ്ങനെ ജീവിക്കുന്നത്? വയ്യാത്ത അവള് അവിടെ ഇരുന്ന് മെഷീൻ ചവിട്ടിട്ട്, ഇല്ലെങ്കിൽ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ട് അവള് തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന പൈസ കൊണ്ടാണ് ഈ കുടുംബം നടന്നു പോകുന്നത്. എന്നെ സംബന്ധിച്ച് പറയണമെങ്കിൽ ഇതൊക്കെ പൈസയോടുള്ള ആർത്തി എന്നോണം. അല്ല, പിന്നെ ജീവിക്കണ്ട അളിയാ, ഒരു വരുമാനം വേണ്ടേ? അല്ലെ കഞ്ഞി കുടിച്ച് കിടക്കണം നമ്മൾ. കഞ്ഞിക്ക് ഇവിടെ വേണം. നമുക്ക് 1 രൂപയ്ക്ക് ഇവിടെ അരി കിട്ടുന്നുണ്ട്. ആ 1 രൂപ കിട്ടും. 1 രൂപ ഉണ്ടാക്കാൻ നമ്മൾ വിചാരിക്കാൻ പറ്റില്ലേ? നമുക്ക് 1 രൂപ മതി. മുട്ടാപ്പൊക്കെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ എന്തുകൊണ്ട് അവള് പറഞ്ഞ ശരിയുണ്ടെന്ന് പറഞ്ഞാല് അവൾ ഇപ്പോഴും ജോലിക്ക് പോകാൻ തയ്യാറാണ്. അളിയന് ജോലിക്ക് പോകാൻ തയ്യാറല്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അളിയൻ ജോലിക്ക് പോകാത്തിടത്തോളം കാലം ഇവിടെ എന്തായാലും പൈസ വന്നേ പറ്റൂ. പൈസക്ക് വേണ്ടി അവൾക്ക് ഇപ്പൊ കിട്ടിയ ജോലിക്ക് അവള് പോകും. അളിയ, ഞാൻ ജോലിക്ക് പോവാത്തതല്ല. നമ്മുടെ ഈ നാടിന്റെ ഒരു സാഹചര്യം വെച്ചിട്ട് എനിക്കൊക്കെ പറ്റിയൊരു ജോലി ഇവിടെ വേണ്ടേ? നമുക്ക് പിന്നെ വേറെ നാട്ടിൽ പോയി ജീവിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഒന്നാമത്തെ കാര്യം, എനിക്ക് എൻ്റെ പൊതുപ്രവർത്തനം വിട്ടിട്ട് ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല. കാരണം എൻ്റെ രക്തത്തിൽ അലിഞ്ഞു കിടക്കണം. എന്നെ പോലെ ഒരാളൊക്കെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിന്നില്ലേ പിന്നെ ആരാ ഇതൊക്കെ ചെയ്യണേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, പൊതുപ്രവർത്തനം വിട്ടിട്ടുള്ള പരിപാടിക്ക് ഞാനില്ല. അപ്പൊ അളിയന് വയ്യ? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ പൊതുപ്രവർത്തനം വിട്ടൊരു പണിക്ക് അളിയനില്ല? അതെങ്ങനെ അളിയാ? എനിക്ക് രാവിലെ ആയി കഴിഞ്ഞാൽ വെള്ളം ഇട്ട് ഇറങ്ങി പൊതുജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്തേ പറ്റൂ. അത് വിടാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് രാത്രി പണിക്ക് ഇറങ്ങിയാലോ? ഞാൻ മോഷ്ടിക്കാൻ പോകണമെന്നാണ് നീ പറഞ്ഞു പറഞ്ഞേ? മാന്യമായിട്ട് ചെയ്യുന്ന ഒരുപാട് ജോലികളുണ്ട് രാത്രി ചെയ്യാൻ പറ്റുന്ന. നമ്മുടെ നാട്ടില് രാത്രിയാണ് ഏറ്റവും വൃത്തികെട്ട പണികൾ പലതും നടക്കുന്നത്. അത് അളിയ ആ വൃത്തികെട്ട രീതി ചിന്തിച്ചോണ്ടാണ്. ഒരുപാട് നല്ല പണികളുണ്ട് രാത്രി ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ രാത്രി അങ്ങനെ ചെയ്യാൻ പറ്റുന്ന നല്ല പണി ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കുഴപ്പമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പകൽ നിനക്ക് രാഷ്ട്രീയത്തിൽ പോവാം. അത് അങ്ങനെയാണല്ലോ. രാത്രി നിനക്ക് ഞാൻ ഈ പറഞ്ഞ ജോലിക്കും
ആ ജോലി നോക്കട്ടെ, എന്താണെന്ന് ആദ്യം ജോലിയെക്കുറിച്ച് പറ. ആ ശരി. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് സുധാരായിട്ട് പറഞ്ഞിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അത് ഞാനൊന്ന് എനിക്ക് സൗകര്യത്തിനുള്ള അല്ലെങ്കിൽ ഞാൻ പറ്റില്ല കേട്ടോ. എന്തിനാണ് അളിയൻ്റെ ഏർപ്പാടുകളൊക്കെ? അല്ല, ഇതാകുമ്പോൾ ആളിൻ്റെ രക്തത്തിൽ കലർന്ന ആ ജോലി വിടേം വേണ്ട. ഇപ്പൊ ആര് പറഞ്ഞാലും വിടില്ല, അത് പോവില്ല അളിയാ നമ്മളെ ശരീരത്തിൽ നിന്ന്. സുധാരേട്ടാ, കനകന എല്ലാവരും ആ അതെ അതെ അതെ. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആളെ കിട്ടുമെന്ന് ചോദിച്ചു. ആ ആളായോ? അത് എന്നെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രമുഖനാണെന്ന് പറയണം. ആ ജോലി ഏത് ജോലിയായാലും ഉണ്ടോ? ആ ശരി ശരി. അപ്പൊ ഏട്ടാ ഞാൻ പറഞ്ഞിട്ട് ഇനി വേറെ ആരെങ്കിലും കൊടുത്താൽ മതിയേ. എൻ്റെ ഒരാളുണ്ട്. ആ ആ ശരി ശരി ശരി. സംഭവം എന്താണ്? എന്താ സംഭവം പറ. ഇത് എൻ്റെ പരിചയത്തിൽ സുധാകരേട്ടനുണ്ട്. അപ്പൊ പുള്ളിയുടെ ഒരു സൂപ്പർ മാർക്കറ്റ്, അത് രാത്രി കാലത്ത് ഒരു മേൽനോട്ടം വേണം, ഒരാൾ വേണം അതിന്. കുഴപ്പമില്ല. ഇതാകുമ്പോൾ അളിന് പകല് രാഷ്ട്രീയത്തിലും പങ്കെടുക്കാൻ പറ്റും. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഇവിടുന്ന് ചോറും കിട്ടി അങ്ങ് പോയാൽ മതിയല്ലോ. പിന്നെ രാവിലെ എന്നെ വേണമെന്നൊന്നും പറയരുത്. രാവിലെ ഒന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ രാത്രി മാത്രം മതിയല്ലേ? രാത്രി ഓക്കെ, കുഴപ്പമില്ല, നോക്കാം. കുറച്ച് ദിവസം ഞാൻ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ആ ഇതാകുമ്പോഴത്തേക്കേ ഒരു വൈകുന്നേരം ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ അവർ അടച്ചിട്ട് പോകും. അപ്പൊ പിന്നെ നോക്കാൻ ഒരു സെക്യൂരിറ്റി വേണം. സെക്യൂരിറ്റിയാ? ഞാനാ? സെക്യൂരിറ്റി കേട്ടിട്ടില്ലേ? നീ തമാശ കളിക്കരുത് കേട്ടാ. കളിയാക്കുന്നാടേ. നിനക്ക് പോകാൻ വയ്യേ? ഞാൻ സെക്യൂരിറ്റി പണിക്ക് എങ്ങനെ പോകും? നീ എന്നെ കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ശരി, ഞാൻ ആര്? ശരി. അപ്പൊ അളിയൻ പോട്ടെ. അമ്പിളിക്കൂടെ ഞാൻ ഇപ്പൊ വിളിക്കാം. രാവിലെ നമുക്ക് ശരിയാക്കിട്ടെ. എവിടെ അവള് പോട്ട്? എവിടെ പോകും? അവളെ എങ്ങും പോകില്ല. അതൊക്കെ പള്ളിക്കെന്ന് പറഞ്ഞാൽ മതി. എങ്ങനെ നീ പോ? ഞാൻ എന്റെ കനക ഇതേ ശരിയാവുള്ളൂ, ഞാൻ പൊക്കോളാം. ഇല്ലില്ല. അല്ല അളിയന്റെ ഒരു ഇത് സ്റ്റാറ്റസിന് ഒരു വിഷയം ചേരൂല. സെക്യൂരിറ്റി പണി ചേരൂലേ? ഒരു കാര്യം, അവള് പോട്ടെ. അവള് പണി ചേരൂല നീ അങ്ങനെ അങ്ങ് പറഞ്ഞ അങ്ങനെ. അതുകൊണ്ടൊന്നുമല്ല. പിന്നെ ഇങ്ങനെ ചെയ്യാത്ത പണിയൊന്നുമല്ലല്ലോ. സംഗതി അതല്ല. നിന്റെ പരിചയമുള്ള ഒരു സ്ഥാപനത്തിൽ ഞാൻ പോയി സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ നിന്റെ വിലയ്ക്കും പ്രശ്നങ്ങൾക്കാണ് അത് കുഴപ്പം. അല്ലെ, ശരീരം ഇറങ്ങി ഒരു പണി എടുക്കുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. മാന്യമായ ഒരു തൊഴിലാണിത്. എന്നാലും അളി അത് നിന്റെ പരിചയമുള്ള ഇത് പൊക്കോളാം. ഇത് ഓക്കെയാണ്. ഇത് ഓക്കെയാണ്. അല്ല, ഇത് ഓക്കെയാണ്. ഇത് ഓക്കെയാണ്. ആ ഞാൻ പോകും. അൻസാറേ, എവിടെ? കോട്ടണൽ സ്കൂളിൻ്റെ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു വാ. ഒരു 100 മീറ്റർ അത്രയില്ല, ഒരു 50 മീറ്റർ മുന്നോട്ട് വാ. നടന്നു വാ. ആ ഒരു ബേക്കറിയൊക്കെ ഉണ്ട്. അവിടെ ആയാ? വലത് സൈഡിലാണ്. മുന്നോട്ട് വന്നാ വലത് സൈഡ്. ഇത് പറഞ്ഞ അറിഞ്ഞൂടെ? ഈ കട പറഞ്ഞത് അറിഞ്ഞൂടെ? അത് പറഞ്ഞാ ഇത്ര നല്ലതായ ഞാൻ ജീവനോടെ ഇരിക്കല്ലേ. എന്തിനു സങ്കടപ്പെടണ? ഇത് എന്തോന്ന് വേഷമളിയത്? കളിയാ, ജീവിക്കാൻ വേണ്ടി നമ്മൾ പല വേഷവും കെട്ടേണ്ടി വരും. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എവിടെ പോയിട്ട് വരണം? ഞങ്ങളൊരു സിനിമയ്ക്ക് പോയാലെയാ, തല്ലിപ്പൊളി പടം. ഇവന്റെ അടുത്ത് പറഞ്ഞാ പോണ്ടാന്ന്. അത് ശരി. പിന്നെ എടേ നടരാജ, നീ വിഷമിക്കല്ലേ. വേണ്ട, ഞാൻ ഈ ജോലിക്ക് വന്ന ഇത് രാത്രി. പകലുള്ള പരിപാടിയെല്ലാം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എൻ്റെ രക്തത്തിൽ അലിഞ്ഞു കിടക്കണതാണ്. അതൊന്നും വിട്ടിട്ട് നേതാവ് ഒരു പരിപാടിക്കും ഇല്ല. നാളത്തെ മീറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടാ. വിഷമിക്കാതെ ഒന്ന് ചിരിയിടാ നടരാജ. ഇവന്റെ വിഷമം കണ്ട അതല്ല അളിയാ, അളിയൻ ജോലിക്ക് പോവാ പിന്നെ ഞങ്ങളും ജോലിക്ക് പോകണ്ടേ അളിയാ? എടേ, നിങ്ങളുടെ ജീവിത സാഹചര്യം അല്ലല്ലോ എൻ്റെ ജീവിത സാഹചര്യം. ഞാൻ ഒരുപാട് പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളല്ലേ. വീട്ടിലെ തങ്കം, പിന്നെ തക്കളിമോളെ പഠിത്തം, അവളുടെ കാര്യങ്ങൾ, പിന്നെ അമ്മാവൻ, പിന്നെ അളിയൻ്റെ ഭാര്യ, എല്ലാം കൂടെ ആകെ ഒരുപാട് പ്രശ്നങ്ങളാണ് അളിയൻ. അല്ല, അളിയനും അമ്മാവനും ഒക്കെ അളിയനാണോ ചെലവിന് കൊടുക്കുന്നത്? ചെലവിൻ്റെ കാര്യം പോട്ടടേ, അതല്ലെന്നേ. അവരെയൊക്കെ ഓരോ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ ചില സമയം ഇങ്ങനെ വളഞ്ഞു നിന്നു പോകും. അത് അത് വിട്, ആ വിഷയം വിട്. നിങ്ങളിപ്പോൾ അതൊന്ന് ഓർത്ത് വിഷമിക്കില്ല. നിങ്ങൾ ചെല്ലെന്നാ നാളത്തെ മീറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ. പോ. ഇല്ല അളിയാ, ഞങ്ങൾ ഇന്ന് അളിയൻ്റെ കൂടെ ഇവിടെ ഇരിക്കുക അളിയാ. എന്തിന്? ഒരു കൂട്ടവുമല്ല അളിയൻ. എടേ, ഞാൻ വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന നേതാവാണ്. നോക്കണേ, എനിക്ക് ഈ കടയെന്ന് പറയുന്നത് ഒന്നുമല്ല, നിസ്സാരമാണ്. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും വേണം. ഇത് എനിക്ക് ഒറ്റയ്ക്ക് നോക്കാനുള്ള കാര്യമില്ല. നിങ്ങൾ പോക്ക്. നിങ്ങൾ പോട്ടാളിയാ പോവാൻ സാറേ. ഇങ്ങനെ കളഞ്ഞിട്ട് ഒരു
ഇതൊന്നല്ല എഴുപോ. പോട്ടെ. ഞാൻ രാവിലെ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ട് അങ്ങ് വന്നോളാം മീറ്റിങ്ങിന്. അവിടെ NSS ഹാളിലാണ് കേട്ടോ മീറ്റിംഗ്, മറക്കല്ലേ. അളി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം 12 മണിക്ക് എത്തും. ശരി ശരി ശരി. വാടാ, പോ പോ വാ. ഹലോ, അതെ, ആ പറഞ്ഞു കേട്ടാ. ഉറക്കവാ? എന്നാ അല്ല, എന്താ കാര്യം? എന്താ? എന്റെ തങ്കം, രാഷ്ട്രീയത്തിൽ കാലുവാരൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ജോലിയിൽ ഇതൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാരണം വേണ്ടേ? അല്ല, ഇനിയിപ്പോ ക്ലീറ്റ് അവിടെ ആരോടെങ്കിലും തല്ലു പിടിച്ചോ? എന്റെ തങ്കം, രാത്രി ഞാൻ ആരോട് തല്ലു പിടിക്കാം? അവിടെ ഒരു മനുഷ്യനും ഇല്ലാത്ത സ്ഥലത്ത് ആരുമായിട്ട് തല്ലു പിടിക്കാനടി? പിന്നെ ഇത് എന്താടി കൊച്ചേ കാര്യം? നാത്തൂന് ചോദിക്കായിരുന്നില്ലേ? ചോദിച്ചിട്ട് അയാൾ പറയണ്ടേ? അയാൾ പറയണത് ഇനി ഇങ്ങോട്ട് ജോലിക്ക് വരണ്ട, പൈസ എന്താന്ന് വെച്ചാൽ വന്ന് മേടിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഇന്നലെ രാത്രിയും കൂടെ പോയിട്ട് വന്ന മനുഷ്യനാണ്. ഓ ഓ ഓ ഓ ഓ ഇത് സംഗതി എനിക്കിപ്പോ മനസ്സിലായി. എന്ത്? എടീ, അയാള് 2 ദിവസം മുമ്പ് കടയുടെ അവിടെ രാത്രിയിലൊന്ന് വന്ന് കാർ നിർത്തി എന്തോ ആവശ്യമായിട്ട് വന്നു. അപ്പം ഞാൻ ഡോറ് തുറന്നു കൊടുത്തില്ല. എന്തിന്? അങ്ങനെ ഡോർ തുറന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല, എന്തിന്? ഞാൻ അതല്ലല്ലോ എന്റെ ജോലി. അതായിരിക്കും അതിന്റെ പക പോക്കലാണിത്. പക പോക്കാൻ വന്നേക്കണ ക്ലീറ്റ് ആരാന്ന് അയാളുടെ വിചാരം ആരാ? എന്നെ പോലൊരു പ്രമുഖനെ ഞാൻ എന്നിട്ട് ഞാനുണ്ടല്ലോ ഇതങ്ങ് അയാൾ വന്നപ്പോ ഞാൻ എണീറ്റ് ഇങ്ങനെ കസേരന്ന് എണീറ്റേ ഇങ്ങനെ നിന്നു. ഞാൻ ആ മര്യാദ കൊടുത്തു. എന്താണ് അയാളെന്താ രാജാവോ? ഒന്നില്ലാത്. ഇനി അല്ലെങ്കിൽ എന്റെ വേറൊരു സംശയം, കടയില് പണിക്കാർ കുറെ ബംഗാളികളാ. ഇനി അവന്മാരെ ആരെങ്കിലും ഞാൻ ചെയ്യുന്ന ജോലിയൊക്കെ കണ്ട് മനസ്സിലാക്കി വെച്ചിട്ട് അവന്മാർ ആ ജോലിക്ക് നിയമിച്ചിട്ടുണ്ടാവും. അവർക്കാകുമ്പോ അത്ര സാലറി കൊടുക്കണ്ടല്ലോ. സാലറി എന്നല്ല, അവന്മാർക്ക് ഇച്ചിരി ഉരുളക്കിഴങ്ങും മുഴുകി വെച്ചെടുത്ത് ഇച്ചിരി പച്ചരി ചോറും കൊടുത്താ അവര് ജോലി ചെയ്തോളും. നമ്മളതിന് കിട്ടില്ലല്ലോ. കിട്ടൂലല്ലോ. എന്താ അല്ലേ? കളി? അവനെന്താന്ന് ചോദിക്കട്ടെ. എന്തായടാ ചോദിച്ച അയാളോട്? എന്ത് തെണ്ടിത്തരാടാ ഈ പാവത്തിനോട് അയാള് ചെയ്തത്? അളിയാ, നിന്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ആയിപ്പോണ എന്തേ? കഷ്ടമാണ് കേട്ടോ. കഷ്ടമാണോന്നോ? വെറുതെ ആ മനുഷ്യനെ കൊണ്ടുവന്ന് നാണം കെടുത്തിയിട്ട് ഈ പാവം സ്വന്തം നിലയും വില നോക്കാതെ പ്രമുഖൻ എന്നുള്ള പേര് മാറ്റി എനിക്ക് വേണ്ടിയിട്ട് ജോലിക്ക് പോയതാ. ഇങ്ങനെ നാണം കെടുത്താൻ പാടുണ്ടോ? എന്റെ പാർട്ടിയിലെ പിള്ളേരുണ്ടല്ലോ, അവര് രാത്രി വന്ന് എന്നെ കണ്ടിട്ട് അവരെ കണ്ണ് നിറഞ്ഞു തങ്കാവും. ഞങ്ങളുടെ നേതാവ് ഈ അവസ്ഥയിൽ ഇരിക്കണത്. പിന്നെ ഞാൻ അവരെ സമാധാനിപ്പിച്ചു വിട്ടു. ഒരു കാര്യം പറയാളിയാ, അയാളടുത്ത് ചോദിക്കാനും പറയാൻ ആളില്ലാതൊന്നും വിചാരിക്കില്ലെന്ന് പറ. എന്റെ പാർട്ടിയിലെ പിള്ളേരെല്ലാം കൂടെ വന്നാണ്ടല്ലോ. അല്ല, ഇനി തിരിച്ചു വിളിച്ചാലും പോവണ്ട. പിന്നെ പട്ടി അല്ലെങ്കിൽ പിന്നെ അയാൾ വരുമ്പോഴത്തേക്ക് ഡോർ തുറന്നു കൊടുക്കാനല്ലേ ക്ലീറ്റോ ചേട്ടൻ അവിടെ പിടിച്ചിരിക്കുകയാണ്. പോവണ്ട. അതൊക്കെ പള്ളിക്കെന്ന് പറഞ്ഞാൽ മതി. അല്ലേ, ഈ അളിയന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് അളിയന് തോന്നുന്നുണ്ടോ? എന്റെ കർത്താവേ, ഇതിന് ഞാൻ ഇരിക്കുന്ന കസേരയ്ക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അത് പറഞ്ഞു തന്നെ ഞാൻ എങ്ങനെയാണ് അവിടെ ജോലി ചെയ്തതെന്ന്. ഒരു ഇതുമില്ല, സത്യം ഞാൻ പറഞ്ഞത്. എന്റെ പാർട്ടിക്ക് വേണ്ടി പോലും ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല അളിയാ, സത്യം. അല്ലെ, നീ ഡ്യൂട്ടി സമയത്ത് നീ ഉറങ്ങാൻ അങ്ങനെ എന്തെങ്കിലും? എന്ത് വർത്താന കനക നീ പറയണത്? ഉറങ്ങാനോ? ക്ലീറ്റോയോ? ആ പാവതെ കണ്ടിവിടേക്ക് ഇരിക്കണണ്ട തടിച്ചുറങ്ങാതിരുന്നിട്ട് എന്തോരം കുലുക്കി വിളിച്ചാലും ഇവിടെ വരുമ്പോ എഴുന്നേക്കണിച്ചിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടി. എനിക്ക് ഉറക്കം വന്നാൽ പോലും ഞാൻ ഇങ്ങനെയൊക്കെ ആക്കി വിടാം. പിന്നെ ഈർക്കിലെടുത്ത് വെച്ചിട്ടുണ്ട്, അതിങ്ങനെ കണ്ണി വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ കടയ്ക്ക് വേണ്ടിട്ട് നമ്മൾ ജോലി ചെയ്തേക്കണത്. എന്നിട്ട് ഇങ്ങനെ ഒരു കൊള്ളരുതായി കാണിക്കാന്ന് പറഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തിരുന്നോ? ഓ, അതാണ് പ്രശ്നം. നൈറ്റ് ഡ്യൂട്ടി ചെയ്ത പ്രശ്നമാണെങ്കിൽ ഞാൻ ഡേ ഡ്യൂട്ടിയും കൂടെ ചെയ്യാം. ഒരു മനുഷ്യൻ ഒരു രീതി ഇത്രയൊക്കെ ആത്മാർത്ഥമായിട്ട് ഞാൻ സഹകരിച്ചിട്ട്. അല്ല, ഈ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് രാത്രി ഉറങ്ങാതെ ഇരിക്കണം എന്നുള്ളതാണ്. നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത്, ഒരു സ്ഥാപനം ഏൽപ്പിക്കുന്നത്
നിങ്ങളുടെ മാത്രം വിശ്വസിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഉറങ്ങാതിരിക്കണം. അളിയത് ആര് ഉറങ്ങി അളി, ആര് ഉറങ്ങി? ഇത് നീ ആരോട് പറയണത്? എന്റെ കർത്താവേ, നീ മേളിൽ നിന്നെല്ലാം കണ്ടല്ലോ. ഓ, കർത്താവ് മേളിയിരുന്ന് കണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. കണ്ട വേറൊരാളുണ്ട്, CCTV. അത് ശരിയാവത്തില്ല, നമുക്ക് ഇപ്പൊ കഴിക്കാം. ഇവിടെ അൻസാറേ, ഒരു ഉത്തരവാദിത്തമായിട്ടൊരു ജോലിയിലിരിക്കുന്ന ആൾ ഇത് കഴിക്കാനൊന്നും ശരിയല്ല. അതെ അൻസാറേ, വേണ്ടളിയാ. ഒരു കുഴപ്പമില്ല. അൻസാറേ, എനിക്ക് ഒരെണ്ണം മതിയേ. ഞാൻ ഒരെണ്ണേ കഴിക്കുള്ളേ. ഒരെണ്ണം ഇപ്പൊ കഴി. ഒരു നല്ല മാങ്കനിയായി മണ്ണിൽ കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ. കണ്ടല്ലോ, നീ എന്നെ വിളിച്ച് പറഞ്ഞ ഉടനെ ഞാൻ കടയിലേക്ക് ചെന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ പുള്ളി എന്നെ ഇതാ കാണിച്ചു തരുന്നത്. ഞാൻ വന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എവളുടെ നമ്പർ എടുത്ത് ഇങ്ങോട്ട് അയക്കാൻ പറഞ്ഞു. അളി, സെക്യൂരിറ്റി പണി എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട പണിയൊന്നുമല്ല. ഒരാളൊരു സ്ഥാപനം നമ്മളെ ഏൽപ്പിക്കുന്നത് വിശ്വസിച്ചിട്ടാണ്. അവിടെ വിശ്വാസം തന്നെയാണ് നീ കാണിച്ചത്. ഈ തോന്നിയ ദിവസം കാണിക്കുകയല്ല നിന്നെ അവിടെ വിളിച്ചു വരുത്തിയത്. അല്ല, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നീ ഇനിയിപ്പോൾ സ്വയം നന്നാവാന്ന് വിചാരിച്ച പോലും നടക്കൂല. കാരണം അളിയുടെ തലവര നല്ലതല്ല.